ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹ്യൂമാനിറ്റീസ് സ്ട്രീമിൽ മാത്തമാറ്റിക്സ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ അന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 10th വരെ മാത്സ് ഒക്കെ പഠിച്ചിട്ട് എന്നാൽ അതിൽ കുറച്ചൊരു ക്രൈസ് ഇല്ലാത്ത കുട്ടികൾ ചിലപ്പോൾ ഹ്യൂമാനിറ്റീസ് സ്ട്രീമിൽ മാത്സ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവർക്ക് കൃത്യമായിട്ടൊരു ഇൻഫോ തരുന്നതാണ് ഈ ഒരു വീഡിയോ. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. അപ്പോൾ ആദ്യമേ തന്നെ പറഞ്ഞോട്ടെ, ഹ്യൂമാനിറ്റീസിൽ മാത്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷേ എന്നാലും നിങ്ങൾ അറിയുക, മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സബ്ജക്റ്റ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനില്ല. ഓക്കെ, പക്ഷേ നമുക്ക് ഹ്യൂമാനിറ്റീസ് സ്ട്രീമിനകത്ത് വരുന്ന ഒരു വിഷയമാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഈ എക്കണോമിക്സിനകത്ത് നമുക്ക് എന്താണ് മാത്തമാറ്റിക്സിൻ്റെ അല്ലെങ്കിൽ കണക്ക് നമുക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ +1ലും +2ലും ഒക്കെ ഈ കണക്കിൻ്റെ പോർഷൻസ് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. +1ൽ നമുക്ക് എക്കണോമിക്സിനകത്ത് വരുന്നതെന്ന് പറയുമ്പോൾ 2 ഭാഗങ്ങളായിട്ടാണ് വരുന്നത്. ഒന്ന് ഇന്ത്യൻ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം നമുക്ക് പഠിക്കാനുണ്ട്. വേറൊരു ഭാഗം എന്ന് പറയുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടാണ്. ഇതിൽ ഇന്ത്യൻ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്യുവർലി നമ്മൾ ഹിസ്റ്ററിയും പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ പഠിക്കുന്ന പോലെ തിയറി പോർഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പക്ഷെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു കംപ്ലീറ്റ് ഭാഗവും കണക്കിൻ്റെ ഭാഗമാണ് വരുന്നത്. ഇനി +2ലോട്ട് നമ്മൾ പോകുന്ന സമയത്ത് എക്കണോമിക്സിനകത്ത് തന്നെയാണ് കണക്ക് വരുന്നത്. എക്കണോമിക്സ് +2ലോട്ട് പോകുമ്പോൾ മൈക്രോ എക്കണോമിക്സ് എന്നും മാക്രോ എക്കണോമിക്സ് എന്നും പറഞ്ഞിട്ട് അവിടെയും 2 ഭാഗങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ മൈക്രോയിലും മാക്രോയിലും നമുക്ക് കണക്കിൻ്റെ പോർഷൻസ് ഒത്തിരി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പക്ഷെ അവിടെ തിയറി പോർഷൻസും കണക്കും ഒക്കെ ചേർന്നിട്ടാണ് വരുന്നത്. മനസ്സിലായോ? അപ്പോൾ എക്കണോമിക്സിനകത്ത് മാത്രമാണ് നമുക്ക് ഹ്യൂമാനിറ്റീസിനകത്ത് കണക്കിൻ്റെ ഒരു ഇത് വരുന്നത്. ഓക്കെ, പോർഷൻസ് വരുന്നത്. വേറെ വിഷയങ്ങളൊന്നും കണക്കില്ല, പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ എക്കണോമിക്സിനകത്തുള്ള കണക്കെന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, കണക്കുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇക്വേഷൻസ് ഒക്കെ പഠിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കണക്കുകൾ തന്നെയാണ്. പിന്നെ നമുക്കും എന്താ കാൽക്കുലേറ്ററൊക്കെ നമുക്ക് അലൗഡ് ആണ്. എക്സാം ഹാളിലൊക്കെ അലൗഡ് ആണ് കാൽക്കുലേറ്റർ എന്ന് പറയുന്നത്. നോർമൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ടുള്ള കണക്കുകളൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ ഒരു കാര്യം കൂടി, നമ്മൾ സയൻസുകാർക്ക് പഠിക്കാനുള്ള ആ ഒരു മാത്തമാറ്റിക്സിൻ്റെ അത്രയും ഭയങ്കര എക്സ്പാൻഡ് ആയിട്ടോ അത്രയും ഒരു വിശാലമായിട്ടുള്ള കണക്കൊന്നുമല്ല നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. കാരണം നമുക്ക് ഒത്തിരി തിയറി പോർഷൻ പഠിക്കാനുണ്ട്. അതിനോടൊപ്പമാണ് ഈ കണക്കിൻ്റെ പാർട്ട് കൂടി വരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത്രയും ഭയങ്കര ഹൈടെക് ആയിട്ടുള്ള കണക്കുകളൊന്നുമല്ല, പക്ഷെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എല്ലാവർക്കും ഒരു ആൻസർ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ ചാനലിൽ ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോസ് ഹ്യൂമാനിറ്റീസ് സ്ട്രീമുമായിട്ട് റിലേറ്റ് ചെയ്തുമൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും വാച്ച് ചെയ്യുക. താങ്ക് യു.